ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും സാന്ത്വനം 2 സീരിയലിന്റെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഉദയഭാനു എങ്ങനെയെങ്കിലൊക്കെ അവിടെ കടിച്ചു തൂങ്ങി നിന്നിട്ട് അവിടെ നിന്ന് 10 ലക്ഷം രൂപയുടെ സ്വർണവും അടിച്ചു മാറ്റി അവിടെ നിന്ന് മുങ്ങാനുള്ള പരിശ്രമത്തിലായിരുന്നു. പക്ഷെ അവിടെ എങ്ങനെ നിൽക്കും? അവിടെയാണെങ്കിൽ ഇപ്പൊ ആണുങ്ങൾ ആരുമില്ല, ഈസി ആയിട്ട് ആ സ്വർണം എടുക്കാലോ. അതിനുവേണ്ടി ഉദയഭാനു അവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാട്ടോ. അങ്ങനെ നമ്മുടെ ബാലനെ വിളിക്കുന്നുണ്ട്. ബാലൻ പറയുന്നുണ്ട്, സാർ അവിടെ ഇപ്പൊ ആണുങ്ങൾ ആരുമില്ലല്ലോ, സാറിനോട് ഇന്നത്തെ ഒരു ദിവസം അവിടെ നിൽക്കാമെന്ന് ചോദിക്കുമ്പോൾ ഉദയഭാനു സന്തോഷത്തോടെ നിൽക്കാം എന്ന് പറയാണ്. അതിനുശേഷം ഉദയഭാനു പറയുന്നുണ്ട്, ഞാൻ ബാലന്റെ റൂമിൽ കിടന്നോളാം എന്ന് പറയുമ്പോൾ ദേവി അതിനെ സമ്മതിക്കണമെന്നില്ല. ദേവി പറയണ്ട, അച്ഛൻ ബാലച്ചന്റെ റൂമിൽ കിടക്കണ്ട, എന്റെ റൂമിൽ കിടന്നാൽ മതി, എന്റെ ആനന്ദന്റെ റൂമിൽ കിടന്നാൽ മതി, ഞാൻ ഇന്ന് മീനുന്റെയും ഇത്രയുടെയും കൂടെയാണ് കിടക്കുന്നതെന്ന് പറയാണ്. അങ്ങനെ ആ ഒരു പ്ലാൻ പൊളിഞ്ഞു പോകുന്നുണ്ട് ഉദയഭാനുന്റെ. പക്ഷെങ്കിലും രാത്രി കയറി ബാലന്റെ റൂമിൽ നിന്ന് ആ സ്വർണം മോഷ്ടിക്കാനാണ് ഉദയഭാനുവിന്റെ ഉദ്ദേശം കേട്ടോ. അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ ഉദയഭാനു നേരെ റൂമിലേക്ക് കയറി ചെല്ലുവാണ്. അവിടുന്ന് ആ സ്വർണം കൈക്കലാക്കാണ്. അത് കാണുമ്പോ തന്നെ ഉദയഭാന്റെ കണ്ണ് തള്ളിപ്പോവാട്ടോ. ഈശ്വരാ, ഞാൻ കോടീശ്വരനാകും, എനിക്ക് ഈ സ്വർണം കൊണ്ട് എന്റെ കടങ്ങളൊക്കെ വീട്ടണം, അതിനുശേഷം പിന്നെ ഞാൻ കള്ളം പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം ഈശ്വര ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വർണം എല്ലാം അവിടെ നിന്ന് എടുക്കാണ്. പക്ഷെ നമ്മുടെ ദേവി ഉറങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ദേവിക്ക് നന്നായിട്ട് അറിയാം തന്റെ അച്ഛൻ ഇന്ന് അവിടെ എന്തെങ്കിലും ഉടായ്പ കാണിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ദേവി ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്, തന്റെ അച്ഛൻ വരട്ടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ദേവിയുടെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. രാത്രി തന്നെ ഉദയഭാനു ആ റൂമിലേക്ക് കയറുകയും സ്വർണം മോഷ്ടിക്കുകയും അതായിട്ട് മുങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് നമ്മുടെ ദേവി കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അച്ഛന് കിട്ടിയതൊന്നും പോരെ, അച്ഛന് ചെയ്ത് തീർക്കുന്നതൊക്കെ എനിക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ശാപങ്ങളായിട്ട് എനിക്ക് മക്കൾക്കാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, ആനന്ദേട്ടൻ തിരിച്ചു വരുമ്പോ എന്നെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്, എന്റെ ജീവിതം ഇങ്ങനെ വഴിയാധാരമായിട്ടിരിക്കുമ്പോ അച്ഛനൊരു കുഴപ്പമില്ലല്ലേ എന്ന് പറയുമ്പോ ഉദയഭാനു പറയണ്ടേടി, എനിക്ക് ഈ സ്വർണ്ണം ഇല്ലാതെ പറ്റില്ലെന്ന് പറയാണ്. അപ്പൊ ദേവി സമ്മതിക്കണമെന്നില്ല, ആ സ്വർണം മേടിച്ച് വെക്കണൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നുമല്ല, ഈ ഉദയഭാനു ദേവി പറഞ്ഞത് സത്യം തന്നെയാട്ടോ. ഉദയഭാനുക്ക് ദേവിയുടെ ഒന്നും വലിയ സ്നേഹമൊന്നുമില്ല, അങ്ങനെ വിഷമവും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ തമിഴിൽ എങ്ങനെയാണെന്നറിയാവോ, ഈ ദേവീനെ ഇപ്പൊ ആനന്ദിനെ വേണ്ടെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ഉദയഭാനുയുടെ ശ്രീകരുടെ സ്വഭാവം മാറാണ്. ഈ ദേവി അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക പോലും അതിനെ പോലും കണക്ക് പറയും കേട്ടോ. നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ ഒക്കെ കഴിക്കുന്ന പോലെയാ 4 നേരം വെട്ടി വിഴുങ്ങണത്, 2 നേരം കഴിച്ചാൽ പോരെ എന്നൊക്കെ വെച്ചിട്ട് ദേവിനെ വല്ലാതെ അപമാനിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എന്തായാലും നാളെ ഉദയഭാനു വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രല്ല, ഉദയഭാനുന്റെ കള്ളത്തരം നമ്മുടെ മീനാക്ഷിയും കൂടി കണ്ടുപിടിക്കാൻ പോണ സമയമാണ് ഇനി വരാൻ വേണ്ടി പോണട്ടോ. ഇനി ഉദയഭാനുടെ കള്ളത്തരം എല്ലാവരും പതുക്കെ പതുക്കെ അറിയും കേട്ടോ. അങ്ങനെ ദേവി അച്ഛനെ പിടിച്ച് കുലുക്കുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഈ സ്വർണം എടുത്തോണ്ട് പോകാൻ പറ്റില്ല, അച്ഛനെ കിട്ടിയതൊന്നും പോരെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നൊക്കെ ഉണ്ടല്ലോ. അതിനുശേഷം നമ്മുടെ മീനാക്ഷി ഇതെല്ലാം കേട്ടും കണ്ടും അവിടെ ഉണ്ടായിരുന്നു. മീനാക്ഷിയുടെ അവസാനം ദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സത്യങ്ങളൊക്കെ പറയാണ്. മീനു, എനിക്ക് നിന്നോടെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറയണം, ഞാൻ ആരാണെന്നോ എന്റെ അച്ഛൻ ആരാണെന്നോ എന്റെ വീട്ടുകാരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നിന്നോട് പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവി സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. എങ്ങനെയാണ് ഈ വിവാഹം നടന്നതെന്നും, അതായത് ഇവര് ശരിക്കും വലിയ വീട്ടിൽ ജനിച്ചു വളർന്ന തന്നെയാണ്, പക്ഷെ ഈ ഉദയഭാനുടെ കയ്യിരിപ്പോണ്ടാണ് ഇവർ ഈ അവസ്ഥയിലായത്. അപ്പൊ അതിനെ കുറിച്ചും അതുപോലെ തന്നെ തനിക്ക് പഠിപ്പും വിവരം ഒന്നുമില്ലാത്ത 10ാം ക്ലാസ് തോറ്റ ഒരാളാണെന്നും, പിന്നെ ആനന്ദിന് 30 വയസ്സാണെന്നുണ്ടെങ്കിൽ ദേവിക്ക് 32 വയസ്സുണ്ട്, ആ സത്യങ്ങളൊക്കെ തന്നെ മീനുവിന്റെ അടുത്ത് തുറന്നു പറയണം. പക്ഷെ മീനു ദേവിക്ക് ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. ദേവി എടുത്ത് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, പക്ഷെ ദേവി എടുത്ത് ഞാൻ ഒരിക്കലും വെറുക്കില്ല. ദേവി എടുത്ത് എനിക്ക് എന്റെ ചേച്ചിയുടെ സ്ഥാനത്താണ്, ഞാൻ ഇടത്തിയായിട്ടില്ല, എന്റെ സ്വന്തം ചേച്ചിനെ പോലെ ഞാൻ കണ്ടിരിക്കുന്നത്, ഈ സത്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് മീനും ദേവിക്ക് കൈ കൊടുക്കുകയാണ്. ഇനി ഒരിക്കലും കള്ളത്തരം കാണിക്കരുത്, കള്ളം പറയരുതെന്ന്. ദേവി പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല മീനു, ചെയ്ത് കൂട്ടുന്നതിനൊക്കെ എനിക്ക് കിട്ടി, ഇനി ഞാൻ അതൊന്നും ചെയ്യത്തില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉദയഭാനു ഇതുകൊണ്ടൊന്നും നിൽക്കില്ല, ഇനിയും ഇനി വീണെടുത്തൊന്നും ഉരുണ്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് എന്തൊക്കെ അവിടെ നിന്ന് മോഷ്ടിക്കാവോ അതൊക്കെ മോഷ്ടിക്കുക. ആദ്യം നമ്മുടെ ദേവി സമ്മതിക്കുന്നില്ലല്ലോ സ്വർണം എടുത്തുകൊണ്ട് പോകാനായിട്ട്. പക്ഷേ ഉദയഭാനു അവിടെ നിന്ന് വേറൊരു സംഭവം അടിച്ചു മാറ്റുന്നുണ്ട്. നമ്മുടെ ബാലന്റെ ബാഗിലുണ്ടായിരുന്ന കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അത് ടൂർ പോകാൻ വേണ്ടി വെച്ച പൈസയാണ്. അതിലൊരു മിച്ചം പൈസ ബാലൻ അവിടെ വെച്ചിട്ടാണ് ടൂർ ട്രിപ്പ് പോയത്. അപ്പൊ ആ പൈസയെങ്കിൽ ആ പൈസ വന്ന കാശ് മുതലെടുക്കാന്ന് വെച്ചിട്ട് ആ പൈസയൊക്കെ എടുത്തുകൊണ്ട് ഉദയഭാനു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഭാഗമാണ് നമുക്ക് നാളെയും മറ്റന്നാളത്തെയും എപ്പിസോഡായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.